നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്. പ്ലീസ് സി. ഇപ്പോൾ നിങ്ങളുടെ പ്രസൻറ്റ് ലൈഫിൽ ഒരു ഫയറി ക്ലൈമാക്സ് ആയിരിക്കും ഉള്ളത്. ഓക്കെ, സോ ആ ഒരു ക്ലൈമാക്സസ് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ആവാൻ പോവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി നിങ്ങൾ പ്രസൻറ്റ് ടൈമിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒത്തിരി അധികം പാസ്റ്റിനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. നിങ്ങൾക്ക് എപ്പോഴും പ്രസൻറ്റിനെ കഴിഞ്ഞും കൂടുതൽ പാസ്റ്റിൽ ജീവിക്കുന്നതിലാണ് ഇഷ്ടമില്ല. എനിക്ക് പാസ്റ്റിൽ എൻ്റെ ലൈഫിൽ അത് സംഭവിച്ചു, പാസ്റ്റിൽ അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ട് പ്രസൻറ്റിലും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ മുന്നേ തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്ത് വെക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. സോ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ നിങ്ങൾ ചേഞ്ച് ആക്കുക. സോ നിങ്ങൾക്ക് കൂടുതലായിട്ടും പ്രൗഡുള്ള ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങൾക്ക് ഭയങ്കര ഈഗോ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. നിങ്ങൾ നല്ല രീതിക്ക് ഈഗോ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടോ മേ ബി, അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയോ പ്രൈഡേഴ്സ് ഉണ്ട്. സോ നിങ്ങൾ കൂടുതലായിട്ട് പ്രൈഡിലേക്ക് ഇരിക്കാതിരിക്കാനാണ് പറഞ്ഞത്. ഒത്തിരി അധികം ഈഗോ ഇഷ്യൂസ് ഉണ്ടാവാം. ഈഗോയിൽ കൂടുതൽ സ്വന്തമായിട്ട് അഹങ്കരിക്കുക, അല്ലെങ്കിൽ എനിക്കിതുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സംഭവമാണ്, എനിക്ക് കുറേ എഡ്യൂക്കേഷൻസ് ഉണ്ട്, ഇതാണ് നിങ്ങളെല്ലാം. നമ്മൾ പറയുക അതെന്താ പറയുന്നത്, നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു നമുക്കത് നമ്മുടെ ഉള്ളിൽ ദൈവം ഉണ്ടാവണം. നമ്മുടെ ഉള്ളിൽ ദൈവം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എല്ലാ വ്യക്തികളെയും ഒരു പക്ഷേ നിങ്ങൾക്ക് ഒത്തിരി ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി അധികം ക്യാഷ് ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു നെയിമും ഫെയിമും ഉണ്ടാവും. വോട്ട് എവർ എന്ത് പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും എല്ലാ മനുഷ്യരെയും തുല്യരായിട്ട് കാണാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. മനുഷ്യരെ മാത്രമല്ല, ഓരോരോ ജീവജാലങ്ങളെയും, യൂണിവേഴ്സിൻ്റെ ദൈവത്തിൻ്റെ ഓരോരോ സൃഷ്ടികളെയും നിങ്ങൾക്ക് വളരെ ഡിവൈനായിട്ട് തന്നെ കാണാൻ പറ്റണം. എല്ലാ ജന്തുജാലങ്ങളിലും ജീവജാലങ്ങളിലും ദൈവത്തിനെ കാണാൻ ശ്രമിക്കണം. മനസ്സിലായോ? അങ്ങനെയുള്ളൊരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ. നിങ്ങൾക്ക് പ്രൈഡ് ഉണ്ടെങ്കിൽ ആ ഒരു പ്രൈഡിനെ മാറ്റി വയ്ക്കാനാണ് പറയുന്നത്. പിന്നെ കൂടുതലായിട്ട് നിങ്ങൾ പാസ്റ്റിൽ ഹാങ് ചെയ്ത് നിൽക്കാതിരിക്കുക. കാരണം നിങ്ങൾക്ക് പാസ്റ്റിൽ ഹാങ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട്, അത് മാറ്റുക കേട്ടോ. എല്ലാം യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യുക. സറണ്ടർ ടു ദ ഡിവൈൻ എന്നുള്ളൊരു ഗൈഡൻസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഡിവൈന് എല്ലാം സറണ്ടർ ചെയ്യുക. നിങ്ങൾ എത്രമാത്രം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളോട്, നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിനോട്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ ഗോളിനെന്താ അതിനോട് കമ്മിറ്റഡ് ആണ്, നിങ്ങളുടെ ലൈഫിനോട്, നിങ്ങളുടെ സോളിനോട് നിങ്ങൾ എത്ര കമ്മിറ്റഡ് ആണ് എന്നുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫേസ് ആണിത്. സോ നമ്മൾ പറയത്തില്ലേ, ഇതൊരു ദൈവം നമ്മളെ പരീക്ഷിക്കാറുണ്ടല്ലേ, ഇഷ്ടംപോലെ പരീക്ഷിക്കാറുണ്ടല്ലേ. ദൈവം പരീക്ഷിക്കാത്ത ഒരു വ്യക്തി പോലും ലോകത്തുണ്ടാവില്ല. വിശ്വാസമില്ലാത്ത ആളുകളെ പോലും ദൈവം പരീക്ഷിക്കാറുണ്ടല്ലേ, അവൻ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള രീതിക്ക്. അപ്പം ഇങ്ങനെയുള്ളൊരു കാര്യം ഉള്ളതാണ്. അപ്പം നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റിനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതാണ് നിങ്ങൾക്കുള്ള